വിനയോടെ വിടും കതിർവേൽ മറവേൽ. സ്കന്ദഷഷ്ടി കവചത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടായി ഭഗവാന്റെ മുരുകന്റെ നാമവും അതുപോലെ തന്നെ കവചവും ജപിക്കുന്ന സമയത്ത് ഒരാള് ഒരു കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പേരുടെ അന്നം മുട്ടിച്ച ഒരാളാണെന്ന് ഇരിക്കട്ടെ, 99 അടി അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജന്മങ്ങളില്, അല്ലെങ്കിൽ പാപത്തിന്റെ ആ ഒരു ആകത്തുക കുറവായിരിക്കാം. നമുക്കറിയാം അഗ്നി തന്നെയാണെന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് തൊട്ടാലും അറിയാതെ തൊട്ടാലും നാമങ്ങൾ അത് അതിന്റെ പുണ്യവും ശക്തിയും കാണിക്കുമെന്നുണ്ട്. കണ്ടവൻ പറയുകയില്ല, പറയുന്നവൻ കാണുകയുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ. നമസ്കാരം, ബോധിത എൻലൈൻമെന്റ് സ്പേസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ശരൺ ശങ്കർ നാരായണനാണ്. സ്വാഗതം ശരൺജി. നമ്മള് മുൻപെടുത്ത ഇന്റർവ്യൂ ഉള്ള സമയത്ത് നമ്മൾ അവസാനിപ്പിച്ചൊരു ഭാഗം എന്ന് പറയുന്നത് സ്കന്ദഷഷ്ടി കവചത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. സ്കന്ദഷഷ്ടി കവചത്തില് എനിക്ക് തോന്നുന്നു അത്രയൊന്നും പുസ്തകങ്ങൾ ലഭ്യമല്ല നമുക്ക് മലയാളത്തില്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് അങ്ങയുടെ ഒക്കെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് സ്കന്ദഷഷ്ടി കവചം പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ അതിപ്പം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പുസ്തകം നിലവില് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികരണത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നമസ്കാരം പാർത്ഥൻ, ഇങ്ങനൊരു വേദി വീണ്ടും നൽകിയെന്നതില്. കഴിഞ്ഞ തവണത്തെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ സ്കന്ദഷഷ്ടി കവചം ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അതിന്റെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രീ ബുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒരുപാട് പേര് ചോദിച്ച് ബുക്കൊക്കെ ഏകദേശം ഒരു 3000 നമുക്ക് ഓരോ ലോട്ടായിട്ട് നമ്മൾ 1000 ആയിട്ടാണ് ആദ്യം പ്രിന്റ് ചെയ്തത്. അങ്ങനെ ഏകദേശം 3 എഡിഷൻസ് നമ്മൾ ചെയ്തു. അപ്പൊ ഒരുപാട് പേര് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയണേ. ഒരുപാടായിട്ട് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതിൽ, അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ വളരെ സന്തോഷം. നമ്മൾ അതിന്റെ ഒരു നിമിത്തമാവുന്ന ഇതില് പിന്നെ അത് ബുക്ക് കിട്ടിയ ശേഷം നമുക്കും അറിയില്ലായിരുന്നു അത് എങ്ങനെ ഇരിക്കുന്ന. അതിന്റെ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെയും അതിന്റെ ആ ഒരു ഭഗവാന്റെ ഫോട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കോപ്പി, അതിൽ ആ ഒരു ഫോട്ടോ തന്നെ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ചില ചേട്ടന്മാര് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ അതും പിന്നെ അതിന്റെ പ്രിന്റിങ് ക്വാളിറ്റിയും നല്ല രസമുണ്ട്, നമുക്ക് വായിക്കാൻ തോന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ. അങ്ങനെയെല്ലാം പറഞ്ഞ് നമുക്ക് വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. ചില ബുക്കിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചില നമുക്കറിയാലോ പ്രിന്റിങ്ങിൽ വരുന്ന ചില ഇതുണ്ടാവും, ചില പേജുകൾ വിട്ടുപോകും, അങ്ങനെയുള്ള ചുരുക്കം ചില ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ 4ാമത്തെ എഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബുക്ക് സ്റ്റാളുകൾ 2-3 നമ്മൾ നോക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ സമയക്കുറവുണ്ട്, ഇതിലേക്കായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാനും എന്റെ കൂടെയുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണല്ലോ, നമ്മൾ രണ്ടുപേരും കൂടെയാണല്ലോ ചെയ്യണേ. അപ്പൊ ഫോൺസും നമുക്കിങ്ങനെ വാട്സപ്പിലൂടെയൊക്കെ നമുക്കിങ്ങനെ വരും. അപ്പൊ നമ്മളത് നമ്മുടെ സമയം പോലെ അങ്ങ് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലൊരു വരവേൽപ്പായിരുന്നു. പലരും ക്ഷേത്രങ്ങളിലൊക്കെ ഏകദേശം കൊല്ലത്തുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തില്, തമ്പുരാൻകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പിന്നെ കോഴിക്കോടുള്ള മേൽപ്പഴനി, അവിടെയുള്ള ഒരുപാട് 100-100ഓളം പുസ്തകങ്ങൾ അവർ വാങ്ങിച്ച് അവിടെയുള്ള ഭക്തന്മാർ അത് ചിലർ സ്പോൺസറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കുറെ ഭക്തന്മാർക്ക് അത് വായിക്കാമല്ലോ. അങ്ങനെ ആ രീതിയിൽ ഒക്കെ ആയിട്ട് അങ്ങനെ പലയിടത്തേക്കും, അതുപോലെ യു കെയിലെ ഒരു 3-4 പേർക്ക് വേണ്ടി ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പലയിടത്തേക്കൊക്കെ ഇത് പോയിട്ടുണ്ട്. അങ്ങനെ അതിലൊരു സന്തോഷം, ഭഗവാന്റെ നമ്മൾ ചെയ്ത ഉദ്യമം ഭഗവാൻ അത് സ്വീകരിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷത്തിലുള്ളത്. അത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുമ്പോൾ അടുത്ത പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതില് മഹാത്മ്യം ആക്ച്വലി നമ്മൾ അതിൽ സ്റ്റോറി ഒക്കെ വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സ്കന്ദഷഷ്ടി കവചം വന്നത് അതിന്റെ. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ അവര് പറയുന്നത് ഇത്രയും ഒരു മഹാത്മ്യം ഉള്ളതാണ്, നമുക്ക് ഇത് അറിയില്ലായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞു. ഈ സ്കന്ദഷഷ്ടി കവചത്തിന്റെ സ്റ്റോറി നമുക്ക് ഒന്നുകൂടെ പറയണം. പക്ഷെ അതിനു മുമ്പ് ഈ സ്കന്ദഷഷ്ടി കവചത്തിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ നമ്മൾ അത് ഭഗവാന്റെ മുരുകന്റെ നാമവും അതുപോലെ തന്നെ കവചവും ജപിക്കുന്ന സമയത്ത് ഒരു ഭക്തന് ഉണ്ടാകുന്ന, ഇനി അല്ലെങ്കിൽ ഭക്തനെന്നല്ല ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണ് അതുകൊണ്ട് ഇപ്പം എന്ത് കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി അതിൽ കൊണ്ട് നമുക്ക് എന്ത് പരിവർത്തനമാണ് ഉണ്ടാകുന്നത്?
അതായത് നമുക്ക് അറിയാം ഇതൊരു സ്തുതിയാണല്ലോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കന്തർക്കൈ വേല കവചത്തടിയെ, ഭഗവാന്റെ കയ്യിലെ വേലിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ് അതിനൊരു മഹാത്മ്യം ഇതിന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ സർവ്വശക്തികളും ഉൾക്കൊള്ളുന്നതാണല്ലോ വേലായുധം, സർവ്വജ്ഞാന ജ്ഞാനവേൽ എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ തന്നെ ഇത് അപ്രകാരമുള്ള ഒരു ശക്തി ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ കവചം എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, മനുഷ്യനെ എല്ലാ രീതിയിലും സാമ്പത്തികമായും ശാരീരികമായിട്ടും ഒക്കെ അവന്റെ കുടുംബവും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കവചം ഇതിലൂടെ ഇത് ജപിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു പുണ്യം, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ധനധാന്യ സമൃദ്ധിക്കായിട്ടും മറ്റു പലതിനുമായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. അപ്പോ ഇപ്പൊ എന്തിനും നമുക്ക് ഇത് തന്നെ പരിഹാരം എന്ന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പറയാം. പക്ഷെ അതിലൊരു കാര്യം കൂടെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ചില ജ്ഞാന വിഷയങ്ങൾ, അതായത് ഒരാള് ഒരു കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പേരുടെ അന്നം മുട്ടിച്ച ഒരാളാണെന്ന് ഇരിക്കട്ടെ, ആ പാപം അയാൾക്കുണ്ടെന്നും വിചാരിക്കും. ഇപ്പൊ സ്കന്ദഷഷ്ടി കവചം, ഇദ്ദേഹം ഈ ജന്മത്തിൽ നല്ലൊരു ബുദ്ധിയോടുകൂടി ജനിച്ചു, ഭക്തനാണ്. അപ്പോ ഭഗവാന്റെ സ്കന്ദഷഷ്ടി കവചം ചൊല്ലുന്നു. അപ്പോ ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് ഒരു വലിയൊരു കഷ്ടപ്പാട്, ധനത്തിന്റെ കഷ്ടപ്പാട് വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു 100 തവണയൊക്കെ ഇത് ചൊല്ലി, 41 ദിവസം വ്രതം എടുത്തൊക്കെ ചൊല്ലി, പക്ഷെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുക. വെറുതെ ഒരു എക്സാമ്പിള്. ഇപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത് ചൊല്ലിയിട്ട് ഒന്നും ഇല്ലല്ലോ, ഇതാണ് ഉണ്ടായ, ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കാം. നോർമലി പല ആൾക്കാരും, ഞാൻ തന്നെ പല സമയത്തും മുന്നേ വന്ന വഴികളിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഭഗവാൻ ഒന്ന് അവിടെ ഭഗവാൻ എല്ലാം കാണുന്നുണ്ടല്ലോ, എത്രയോ ജന്മങ്ങളായിട്ടുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വരൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പേരുടെ അന്നം മുടക്കിയ ഒരാള് ഒരു 10-40 ദിവസം ഇത് ചൊല്ലി എന്നുള്ള ഒറ്റ കാര്യത്തിന് അദ്ദേഹത്തിന് എല്ലാ ധനവും കൊടുക്കാൻ ഭഗവാൻ ചെയ്യൂ? അങ്ങനെ, അതായത് ഭഗവാൻ ശരിക്കും ഒരാളുടെ കർമ്മത്തിൽ ഇടപെടില്ല എന്നാണ് പൊതുവെ പറയുക. അവനവന്റെ കർമ്മഫലം ലഭിക്കുന്നു എന്നാണ്. എങ്കിലും ഈശ്വരനോ അല്ലെങ്കിൽ സാധുക്കൾക്കും അല്ലെങ്കിൽ മഹാത്മാക്കളുടെയും കാരുണ്യം കൊണ്ട് ചേഞ്ചസ് ഉണ്ടാവാം എന്നാണല്ലോ. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും പാപം ചെയ്ത ഒരാൾ ഇത് ചൊല്ലിയത് കൊണ്ട് മാത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു പക്ഷഭേദമല്ലേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. അപ്പൊ എന്തും ഈ ചൊല്ലുമ്പോ നമുക്ക്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ഗുരുക്കന്മാരും പറഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളുടെ ആ പാപം, നമുക്ക് ഇത് അനുഭവിക്കുന്നതിന് ഒരു പാപത്തിന്റെ ഒരു സംഭവം ഉണ്ടാവും. പാപവും അതിനൊരു കാരണവും എല്ലാം നമ്മുടെ മുജ്ജന്മങ്ങളിലെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളിത് ചൊല്ലി തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പുണ്യം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ പുണ്യം ഉണ്ടാക്കുന്ന സമയത്ത് ആ പുണ്യത്തിന്റെ ഒരു പരിധി എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതൊന്ന് വിടാനുള്ള വഴി ചിലപ്പോ നമുക്ക് ഉണ്ടാവുക. ചിലപ്പോ ഇങ്ങനെ ചൊല്ലി ഇദ്ദേഹം ഇപ്പോ ഒരു 100 അടി അടിച്ച ഒരു പാറ പൊട്ടും, 99 ആയിരിക്കും അദ്ദേഹം അടിച്ചിട്ടുണ്ടാവുക. പിന്നെ വിചാരിച്ചു മതി, ഇനി ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ് നിർത്തും ചിലപ്പോ മനുഷ്യ അങ്ങനെ. പക്ഷെ നമ്മൾ നിരന്തരം അത് ചെയ്തുകൊണ്ട്, അതിലാണ് സമർപ്പണം എന്ന് പറയുന്ന ഒരു പദം അവിടെ വരിക. സമർപ്പണം, ഭഗവാനെ ഞാൻ എത്ര പാപം ചെയ്തു. ഞങ്ങൾ ഈ ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു അമ്മമാർക്ക് നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറയും, ഇത് ചൊല്ലിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇത് മാറണമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയരുത്. നമ്മൾ പറയേണ്ടത് ഇങ്ങനെ പറയണം, സമർപ്പണത്തോടുകൂടി. നമുക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാവാം, മറ്റു പല ദുരിതങ്ങളുടെയും പലതും ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയില്ല അത്. പക്ഷെ ഭഗവാനെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അങ്ങ് വേണ്ടതുപോലെ ചെയ്താലും, അഥവാ അത് മാറാൻ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ, ആ കാരണത്തെ മാറ്റാനുള്ള വഴികളും ഒക്കെ, അദ്ദേഹം ഗുരുവാണല്ലോ, ഗുരുഭാവവും ഭഗവാൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ മാറ്റാനുള്ള വഴി, ആ വേല് വഴി കാണിക്കുന്ന പറയാ. അപ്പൊ വഴി കാണിച്ചു തരും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. ആ പാപത്തിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം? ചിലപ്പോ കുറെ ആൾക്കാർക്ക് അന്നം കൊടുക്കാനോ, അതിപ്പോ ധനം ഇല്ലെങ്കിൽ പോലും ഒരു ആള് അന്നദാനം ചെയ്യുന്ന സമയത്ത് വിളമ്പി കൊടുക്കാനെങ്കിലും ചിലപ്പോൾ നിൽക്കുമ്പോൾ ആ പാപത്തിന്റെ ഇത് പോകും ചിലപ്പോഴേ. അങ്ങനെയാണല്ലോ അത്. അപ്പൊ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് വേണം ആ പരിഹാരം ഉണ്ടാവാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചം, അതുപോലെ എന്ത് തന്നെ വേൽമാറല്, എന്ത് സ്തുതികളാണെങ്കിലും നമ്മൾ ആ പുണ്യം ഉണ്ടായി വരികയാണ്. അപ്പൊ ആ പുണ്യത്തിന്റെ ഒരു പരിപക്വമാവുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഓരോ അത്ഭുതങ്ങളും അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുക. ചിലർക്ക് ഒരു തവണ ജപിക്കുമ്പോഴേക്കും ചിലപ്പോൾ ശരിയാണ്. കാരണം അദ്ദേഹം 99 അടി അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജന്മങ്ങളില്, അല്ലെങ്കിൽ പാപത്തിന്റെ ആ ഒരു ആകത്തുക കുറവായിരിക്കാം. അപ്പൊ എന്തായി? പക്ഷെ വേറൊരാൾ വിചാരിക്കുക, അവള് ഒരു തവണ അല്ലെങ്കിൽ അവൻ ഒരു തവണ ചൊല്ലിയപ്പോഴേക്കും നടന്നുല്ലോ, ഞാൻ ഇത്ര കാലം ഷഷ്ടിയുടെ, നമ്മളോട് പറയാറുണ്ട് ചിലര്, ഞങ്ങൾ 41 ഷഷ്ടിയായി എടുക്കുന്നു, ഒരു മാറ്റവും ഇല്ല എന്ന് പറയും. അപ്പൊ അതിലൊരു കാര്യം എന്താ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെടുക്കുന്നത് വിധിപ്രകാരം അല്ലായിരിക്കാം. 1. 2, അത്രയും പാപത്തിന്റെ ഒരു തുക അവിടെ ഉണ്ടാവും. അപ്പൊ അവരിപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ചൊല്ലിയിട്ടും ഒരു ഫലമില്ല എന്ന് പറയാൻ അവരവിടെ ജീവനോടെ ഉണ്ടല്ലോ, ശരീരവും കുഴപ്പമില്ല. അത് ആ നിർത്തിയത് ആ ഭഗവാന്റെ ആ വ്രതത്തിന്റെ ശക്തി ആയിരിക്കാം. പക്ഷെ നമുക്കത് അറിയില്ല. അങ്ങനൊരു കാര്യം ഹിഡൻ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സ്കന്ദഷഷ്ടി കവചത്തില് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ട്. നമുക്കതൊരു പുണ്യം ഉണ്ടാക്കുകയാണ്. മഹാപാപങ്ങൾ, അതാണ് ദേവരായ സ്വാമികൾ ഇത് എഴുതുന്നത് തന്നെ. ഭിക്ഷക്കാരായിട്ടൊക്കെ ആൾക്കാര്, വികലാംഗരും ഇങ്ങനെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റും
പഴനിയാണെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ചെന്നിമലയാണെന്നും പറയുന്നു. അപ്പൊ അവിടെ ഇവർ ദുരിതം അനുഭവിക്കുന്നത് കണ്ടിട്ട് എന്താണ് ഇവർ ഈ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അത് മുജ്ജന്മ കർമ്മ ഫലമാണ്. അപ്പൊ അതിലെന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരാളുടെ കർമ്മത്തിൽ ഇടപെടുന്നതിൽ കുറച്ച് പരിധികളുണ്ട്. എപ്പോഴും അങ്ങനെ ഒരു പരിധി ഉണ്ട് എപ്പോഴും. അപ്പോഴാണ് ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരം സ്കന്ദഷഷ്ടി കവചം 6 കവചങ്ങൾ രചിക്കുന്നു. അതിൽ സ്കന്ദഷഷ്ടി കവചം കുറച്ചുകൂടെ പ്രശസ്തമായി. തിരുച്ചെന്തൂർ ഭഗവാനെ പറ്റിയിട്ടുള്ള സ്കന്ദഷഷ്ടി കവചം വളരെയധികം ഫേമസ് ആയി എന്നേ ഉള്ളൂ. അപ്പൊ ഈ കവചം ചൊല്ലുമ്പോഴുണ്ടാകുന്ന ആ പുണ്യം ആ മഹാപാപങ്ങളെ ഇത് തീർക്കും. ഈ അരുണഗിരിനാഥ സ്വാമികളുടെ തിരുപ്പുകളിൽ പറയും, വിനയോട വിടും കതിർവേൽ മറവേൻ. വിനയികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന തമിഴിലെ വിനയം എന്ന് പറയുന്നത് കർമ്മഫലങ്ങളാണ്, ദുഷ്കർമ്മ ഫലം. അതിനെ ഓടിക്കുന്ന വേലിനെ ഞാൻ ഒരു കാലത്തും മറക്കില്ല എന്ന് പറയുന്നുണ്ട്. അതും കതിർവേൽ എന്ന് പറയും, പ്രകാശം, ജ്ഞാനപ്രകാശം നൽകുന്ന വേലിനെ ഞാൻ മറക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്രകാരമുള്ള ആ മഹാപാപങ്ങളെ തീർക്കാൻ തക്ക പുണ്യം നമ്മളിൽ ഉണ്ടാവണമല്ലോ. അപ്പൊ അപ്രകാരം ഇത് ചൊല്ലാം. പിന്നെ അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കുറെ രോഗങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഒളിപ്പും ചുളുക്കും ഒരു തലൈനോയും വാദം ശൈത്യം എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുടെ പേരുകളുണ്ട്. അപ്പൊ ഇപ്രകാരം നമുക്ക് അത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് പിന്നെ ഈ സൗണ്ടിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ടും വളരെയധികം മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവും. രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്കത് ചെയ്യാം. ഒരു കാര്യമുള്ളൂ, സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മളൊരു ഡിമാൻഡ് ഒന്നും വെക്കാതെ, ഭഗവാനെ ഞാൻ ഇത് ചൊല്ലുന്നു, ഇത് ചൊല്ലാൻ കിട്ടിയത് മഹാഭാഗ്യം, ഭഗവാനെ ഞാൻ ചൊല്ലുന്നുണ്ട്, എനിക്ക് മഹാരോഗമാണ്, പക്ഷെ ഞാൻ അത് ചൊല്ലുന്നു, വേണ്ട പുണ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലപ്പോ ഒരു ക്യാൻസർ പേഷ്യന്റ് ഒക്കെ ആയിരിക്കും, അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, എന്താ പറയാ, ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. കാരണം ഭഗവാൻ തന്നെയാണല്ലോ ഈ ആതുര സേവന ശുശ്രൂഷകളും മെഡിക്കൽ ഫീൽഡും എല്ലാം ഉണ്ടാക്കിയത് ഈശ്വരന്റെ ഒരു നിശ്ചയം കൊണ്ട് തന്നെയാണല്ലോ. അതും നമ്മളൊന്നും വേണ്ടാന്ന് വെക്കുന്നത് അങ്ങനെയൊന്നും അല്ല. എന്തിനേയും കൂടെ നമുക്ക് ഈ ഭക്തിയോടുകൂടെ പോകുമ്പോൾ അതിനൊരു ഇത് കൂടുതലാണ്, അതിനൊരു പവറും പൂർണ്ണതയും കൂടുതലായിരിക്കും. അപ്പൊ അപ്രകാരം നമുക്ക് അങ്ങനെയാണ് മാറ്റങ്ങൾ. ഒരുപാട് പേര് നമുക്ക് പറയുന്ന മാറ്റങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ അതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്ന കാര്യം. ധനധാന്യ സമൃദ്ധിയും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ. പിന്നെ ചില ഇതിലുണ്ടാവും, നമ്മള് ഈ വേലിന്റെ ആ ശക്തിയില് നമുക്ക് ആ വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ വൈബ്രേഷൻ കൊണ്ട് തന്നെ നമുക്ക് ആ നിമിഷം തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും. അത് ചിലർക്ക് ആ മുജ്ജന്മത്തിലെ ആ ഭഗവാന്റെ ആയിട്ടുള്ള ലിങ്കിങ് ഉണ്ടാവാം. അങ്ങനെയുണ്ട്. അധികമൊന്നും സമയമൊന്നും വേണ്ട. അപ്പൊ ഈ ചിലപ്പോൾ ഈ ശക്തി ഇത് ജപിച്ച് കുറച്ചാകുമ്പോ തന്നെ വളരെയധികം ജീവിതം മാറിപ്പോയ ആൾക്കാരുണ്ട് നല്ല രീതിയിൽ. അപ്പൊ പ്രകാരമാണ് ഞാൻ ഇതിന്റെ ഒരു ഫലസിദ്ധി പവറും മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പൊ അത് ഏതെങ്കിലും ഒരു നാമം ഇങ്ങനെ തുടർച്ചയായി ജപിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതില് ആന്തരികമായ അർത്ഥങ്ങൾ പലതും ഉണ്ടല്ലോ. അപ്പൊ അതില് ഈ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മഫലങ്ങള് ഈ എന്താണ് അരി വറക്കുന്നത് പോലെ ഉള്ളിൽ കിടന്ന് വറക്കപ്പെടും എന്നാണ് പറയുന്നത്. ആ വറുത്ത് അത് മുളയ്ക്കാത്ത രീതിയിലേക്ക് ആ പരുവത്തിലേക്ക് ആവും. അതുകൊണ്ട് അത്രയും ശക്തി ഈ പറഞ്ഞ നാമജപത്തിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോ ഒരു വലിയ പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അവനിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒരു കാര്യമില്ല. അവിടെ നമ്മൾ ഈ നാമജപവും കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ തരത്തിൽ അതിന് മാറ്റം, ഈ പ്രത്യേകിച്ച് കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തപസ്സോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു നാമജപത്തിന്റെ ആ പ്രത്യേകത ആ മനുഷ്യനെ മാറ്റാൻ ഉതകുന്നത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നാമത്തിന്റെ ശക്തി നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമാണെന്ന് പറയും. നാമിയും നാമവും ഒന്നാണെന്നാണ് പറയാ. നാമി എന്ന് പറയുമ്പോൾ നാമത്തിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? ഇപ്പൊ നാരായണ എന്നാണെങ്കിൽ നാരായണനായ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് ഈ നാമവും വേറെ അല്ല എന്നാ പറയാ, ഒരുപോലെയാണ്. അപ്പൊ ആ പവർ അതിനുണ്ട്. പിന്നെ നമുക്കറിയാം അഗ്നി തന്നെയാണെന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് തൊട്ടാലും അറിയാതെ തൊട്ടാലും നാമങ്ങൾ അത് അതിന്റെ പുണ്യവും ശക്തിയും കാണിക്കുമെന്നുണ്ട്. അപ്പോ ഈ നാമജപങ്ങൾക്ക് അത്രയും ഇന്ന് ഒരുപാട് പേര് നാമങ്ങളും എല്ലാം ജപിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോ അവിടെയും ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, ചിലർ എത്ര ജപിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്ന ഒരു തരമുണ്ട്. നാമങ്ങൾക്ക് വളരെ ശക്തി. നമുക്കറിയാം ഈ ഈശ്വര നാമം ജപിച്ചുകൊണ്ട് വാൽമീകി ആയത് അല്ലെ, ഒരു കാട്ടാളൻ വാൽമീകി ആവുന്നു, മറ്റേ അങ്ങനെ പല കഥകളുണ്ടല്ലോ. ഭഗവാന്റെ നാമം കൊണ്ടുണ്ടായ മഹാത്മ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതില് ഈ നമുക്ക് ഈ പഴയ കർമ്മഫലങ്ങള് അതുപോലെ തന്നെ ഈ ജന്മത്തിലും ചിലത് വരാം. ഇപ്പോ ചില നമുക്ക് പരദേവതകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരദേവതാ സ്ഥാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവില്ലേ. ഇപ്പോ
കുടുംബത്തിൽ ചിലപ്പോൾ സർപ്പത്തിന്റെ ഇതുണ്ടാവും, ആരാധന ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുൻജന്മത്തിൽ നമ്മുടെ കാരണവന്മാര് ചെയ്തു വന്ന കാര്യങ്ങൾ അതെല്ലാം മുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ നാമം ചൊല്ലിയത് കൊണ്ട് മാത്രം അത് മാറണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നാമം ചൊല്ലുന്നത് നമ്മള് ആത്മാർത്ഥതയോടുകൂടിയും സമർപ്പണത്തോടു കൂടി ആണെങ്കിൽ അത് മാറാനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തരും. തെളിഞ്ഞു വരും. ഉറപ്പായിട്ടും അതിനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തരും. അത് ഉറപ്പാണ്. അത് അങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എന്താണോ നമുക്ക് ഒരു കാരണം, പക്ഷെ അതിനൊരു സമയം ആവണം. എല്ലാം ഒരുമിച്ച് റിവീൽ ചെയ്യപ്പെടുകയോ ഇല്ല, ഒരു സമയത്തെ റിവീൽ ചെയ്യപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമം ചൊല്ലുന്നത് വളരെ സമർപ്പണത്തോട് ചെയ്യാം. അപ്പൊ എന്താണോ ഈ കർമ്മഫലങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ പരദേവതയുടെ ദുരിതമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഉള്ളത്, നമ്മൾ പാപത്തിന്റെ ഫലമാണോ, അല്ലെങ്കിൽ പല ശാപങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും മുജ്ജന്മത്തിലെ ഏതെങ്കിലും ഗുരുവിന്റെ ശാപമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാണെന്നുള്ളത് നമുക്ക് വഴി നമുക്ക് കാണിച്ചു തരാം ആ നാമം. അതിന് വലിയൊരു ശക്തി ഉണ്ട് അങ്ങനെ. കാരണം ഈ നാമം ചൊല്ലുന്നത് കൊണ്ടുള്ള പുണ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന് തക്കതായ ഒരു പ്രായശ്ചിത്തം എന്ന് നമ്മൾ പറയുമല്ലോ, ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു പരിഹാരം എന്തെങ്കിലും അത് വേണ്ടേ. അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഈ ശാപങ്ങളൊന്നും മാറണം എന്നില്ല. അപ്പൊ അതിന് നാമം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇന്ന് ഈ കലിയുഗത്തിൽ നമുക്ക് സമയമില്ലല്ലോ ഒന്നിനും. ഒരു ധ്യാനം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. അപ്പൊ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാമമാണ്. അത് നമുക്ക് നാവ് കൊണ്ട് ചൊല്ലാം, മനസ്സിൽ ഉരുവിടാം. അപ്പൊ അതും ഒരു ഇഷ്ടപ്പെട്ട ഒരു നാമം, നമുക്ക് ഇഷ്ടമൂർത്തിയുടെ ഒരു നാമത്തെ നമുക്ക് കണ്ടുകൊണ്ട് അത് നിരന്തരം നമുക്ക് ജപിക്കാം. എപ്പോഴും ഓർമ്മ വരുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ജപിക്കാം. ഞാൻ പറയുന്നത് വലിയ താന്ത്രികമായ മന്ത്രങ്ങളല്ല, അല്ലാതെയുള്ള സിദ്ധമന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചൊല്ലി അപ്പൊ ഇത് നമ്മളെ പ്യൂരിഫൈ ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം അതിലൊരു കാര്യം എന്ന് വെച്ചാല് അത് കൊണ്ടു നടക്കാൻ വളരെ പാടാണ്. കാരണം നാമജപം അത്രയും പവറാണ്, എല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ വഴിയിൽ മൊത്തം ജീവൻ മുക്തന്മാരും അല്ലെങ്കിൽ പൂർണ്ണ ഇതുള്ളവരും ആയിരിക്കണ്ടേ? ഒരുപാട് പേര് നാമം ചൊല്ലുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ മേ ബി അതിന്റെ ഒരു എന്താ പറയാ, സമർപ്പണം ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ 99 അടി അടിച്ചിട്ടുണ്ടാവും, ഇനി നമുക്ക് അറിയില്ലല്ലോ അടുത്തത്. ചിലപ്പോ ഒരു ഒറ്റ അടിയിലായിരിക്കും ചിലപ്പോ ഇനി അടുത്ത ഇത് ഉണ്ടാവുന്നത്. ഒരു 99 നിർത്തിപ്പോവും. അതെ. ഒരു കഥയുണ്ട് ദേവി ഭാഗവത്തില്, ഒരു സത്യവ്രതന്റെയാണ് തോന്നുന്നു. അയും എന്നുള്ള ദേവിയുടെ ബീജമന്ത്രത്തിന്റെ ഒരു ശക്തിയെ പറ്റി പറയുന്ന, അദ്ദേഹം ഒരു ബുദ്ധി അധികം ഇല്ലാത്തൊരു ഒരാളാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് ആ സ്റ്റോറി കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എല്ലാവരും മണ്ടനാണ് എന്നൊക്കെ പറയും, മൂർഖൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം ആശ്രമത്തിലോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പന്നി പെട്ടെന്ന് ഓടി വരികയാണ്. പെട്ടെന്നൊരു കാട്ടുപന്നി ഉള്ളിലേക്ക് കയറുന്നു. അപ്പൊ ഈ പയ്യൻ പെട്ടെന്ന് പന്നിയെ കണ്ടിട്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഞെട്ടുമല്ലോ, അപ്പൊ ഞെട്ടിയിട്ട് ഐ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പന്നി ഉള്ളിലേക്ക് പോയി. പിന്നാലെ ഒരു കാട്ടാളൻ അന്വേഷിച്ചു വരുന്നു. കാട്ടാളൻ ഈ പന്നിയെ അമ്പെയ്ത് പിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ മോനെ, ഇതിലെ ഒരു പന്നി വന്നോ, നീ കണ്ടു എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ മോനാണെങ്കിൽ ഇതിനെ പറയാൻ ഒരു ജീവിയെ കൊലക്കി കൊടുക്കാനുള്ള മനസ്സ് ഇല്ല എന്നാ സത്യം പറയും വേണം. കണ്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണ്, കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ അവിടെ പറയുന്നു അയും എന്നുള്ള ദേവിയുടെ ബീജത്തിന്റെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അയ്യെന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്നേ പറഞ്ഞുള്ളൂ അദ്ദേഹം. ഇങ്ങനെ എക്സ്ക്ലെയിം നമ്മൾ പറയില്ലേ, അങ്ങനെ എക്സ്ക്ലെയിം ചെയ്താ പറഞ്ഞത്. പക്ഷെ ആ ബീജത്തിന്റെ ശക്തി സരസ്വതിയുടെ ശക്തി ഉണ്ടെന്ന് പറയാൻ, വാഗ്ബീജ മന്ത്രം എന്ന് പറയേ. അപ്പൊ അത് ദേവി അവന്റെ ഉള്ളില് വിളയാടിയിട്ട് അവൻ പറഞ്ഞു അത്രേ, കണ്ടവൻ പറയുകയില്ല. അത് സംസ്കൃതത്തിലുള്ളത്, മലയാളത്തിന്റെ തർജ്ജമ ഇങ്ങനെയാണ്: കണ്ടവൻ പറയുകയില്ല, പറയുന്നവൻ കാണുകയുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ? പക്ഷെ കാണുന്നത് കണ്ണാണ്, അതിന് സംസാരിക്കാൻ പറയില്ല. പറയുന്നവൻ നാക്കാണ്, പക്ഷെ അതിന് കാണുകയില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, പന്നി വന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് നാവിനെ പറയാം, പക്ഷെ അത് കണ്ടിട്ടില്ല. അപ്പൊ ഇപ്രകാരം ഒരു ടാക്ടിക് രീതിയിൽ ഒരു ഉത്തരം പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരാൾ ഇങ്ങനെ പറയുമ്പോ നാവ് കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു വളരെ ടാക്ടിക് ആയ രീതിയില് സൂത്രത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് പോയി, ആ ഒരു കാട്ടാളൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വാഗ്ബീജ മന്ത്രം അറിയാതെ പോലെ അത് ചൊല്ലിയപ്പോ അതിന്റെ ശക്തി കാണിച്ചു. പിന്നെ അദ്ദേഹം അത് ജപിച്ച് വലിയൊരു ഇതായിട്ട് മാറുന്നുണ്ട്, യോഗിയൊക്കെ ആയി മാറുന്നുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒറ്റ തവണ ഇത് ചൊല്ലിയത് കൊണ്ട് ഇങ്ങനെ ആയി, അപ്പൊ ഞങ്ങൾ കുറെ കാലം ഇത് ചൊല്ലി ഒന്നും ഫലിക്കില്ല എന്ന് ആൾക്കാർ ചിലപ്പോ ചിന്തിക്കാം, ചിലപ്പോ പറയാം. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. ഒന്ന്, ആ പ്യൂരിറ്റി, നമ്മളിൽ ജന്മജന്മാന്തരങ്ങളായി വന്നിട്ടുള്ള നമ്മുടെ ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, ആത്മാവിന്റെ ഒരു പ്യൂരിറ്റി ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇദ്ദേഹം കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് ലക്ഷം ജപിച്ചതായിരിക്കും. ഈ ജന്മത്തിലാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് എന്താ, ഒരു തവണ അത് ചൊല്ലിയാൽ മതി,
കീ തുറക്കുന്ന പോലെ എല്ലാ സ്വത്തും ഡാം എല്ലാം നിറച്ചു വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഷട്ടർ തുറന്നാൽ മതിയല്ലോ, വെള്ളം മുഴുവൻ ഇങ്ങനെ ചാടി വരുന്ന പോലെ അദ്ദേഹം അവ്യക്തമാണെങ്കിൽ അത് ചൊല്ലി, അത് അദ്ദേഹത്തിന് ഒരു പുണ്യം ഉജ്ജന്മ വാസനയുണ്ട് എന്നുള്ളതായിരിക്കണം, അല്ലാതെ ഒരിക്കലും അങ്ങനെ സാധിക്കില്ലല്ലോ. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പിന്നെ എന്ത് നാമം ജപിക്കുന്നതും ഒന്നും ഒരിക്കലും മോശമാവില്ല. എല്ലാം നമ്മുടെ ബാങ്ക്, ഒരു മഹർഷി പറഞ്ഞ സംഭവം ഉണ്ട്, നാമ ബാങ്ക് എന്ന. നാമ ബാങ്കിൽ എപ്പോഴും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാ ജന്മങ്ങൾക്കും, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് അതിന് ഇത് വേണ്ടെന്ന് പറയും, നോമിനിയുടെ ആവശ്യമില്ല. കാരണം ഈ ജന്മം മരിച്ചാലാണല്ലോ നോമിനിയുടെ ആവശ്യം, സ്വത്ത്. ഇത് നോമിനി ഇല്ല, നിങ്ങൾ തന്നെ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഇത് തന്നെ വേണ്ടി വരും, നിങ്ങൾക്ക് ഇത് കിട്ടും എന്നാ പറയാം. നമ്മൾ ചെയ്ത സാധനകളും ദാനവും ധർമ്മങ്ങളും ക്ഷേത്ര ദർശനത്തിന്റെ എല്ലാ പുണ്യം അതേ ഉണ്ടാവുള്ളൂ എന്നാണല്ലോ വഴിച്ചോറായിട്ട് നമുക്ക്. അപ്പൊ ഉറപ്പായിട്ടും ഒരു നാമം ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അത് എപ്പോഴും അത് കോമൺ അല്ല, നമുക്ക് മുടങ്ങാതെ ചൊല്ലി നടക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും സാധിക്കില്ല. പ്രകൃതി നമ്മളെ കൊണ്ട് അത് ഇതൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ തോന്നിക്കും. ഞാൻ അതിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മളിപ്പോ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് കൊണ്ട് ഒരുങ്ങി വളരെ സ്ട്രോങ് ആയ തീരുമാനം എടുത്തു, ശരി ഞാൻ ഇന്നു മുതൽ നാമം ചൊല്ലും, ഭഗവാനുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ ജപിക്കാൻ തുടങ്ങി. ഒരു 2-3 ദിവസം നമ്മൾ ജപിക്കും, 4 ദിവസം അല്ലെ ഒരാഴ്ച ജപിക്കും. കൃത്യം അത് കുറച്ച് ദിവസം കഴിയുമ്പം അത് മുടങ്ങിപ്പോകും. പിന്നീട് അത് തുടങ്ങി വരാൻ ഭയങ്കര, ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പിടിക്കാൻ ഭയങ്കര പണിയാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പിടിച്ചാൽ പിന്നെയും മുടങ്ങും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ മുടങ്ങുമ്പോൾ മനുഷ്യൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവന്റെ നമ്മുടെ യാഥാർത്ഥ്യത്തിലുള്ള മനസ്സുണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ വിടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതിനെയും കടന്നുകൊണ്ട് ആ നമ്മുടെ മനസ്സിന്റെ ആ വൈകാരികതയെ പിടിച്ചു മാറ്റി വീണ്ടും 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 ട്രൈ ചെയ്യുന്നവൻ അവിടെ വിജയിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നാമം ജപിക്കുക, അതിന് തടസ്സം വരിക എന്നുള്ളത് സാധാരണമാണ് എന്ന്, പക്ഷെ അതിനെയും മറികടന്നു പോകാനുള്ള നമ്മുടെ ത്വര അല്ലെങ്കിൽ നമ്മുടെ അർപ്പണമാണ് അതിലേക്ക് എത്തിക്കുന്നതെന്നല്ലേ അത് പറയുന്നത്? തീർച്ചയായിട്ടും അർപ്പണം തന്നെയാണ്. വാട്ട് ഇസ് ദ പർപ്പസ് എന്നുള്ളതാ. എന്താണ് പർപ്പസ് എന്നുള്ളത്, ഞാനിപ്പോ എന്തിനീ നാമം ചൊല്ലുന്നു എന്നുള്ളത്, അത് ഒന്നാമത്തെ പർപ്പസ് നമുക്ക് ഉണ്ടാവണം. സമയം, നമ്മളിപ്പോ ഒരു 500 രൂപ നമ്മുടെ പേഴ്സിൽ ഇല്ലെങ്കിൽ, വെച്ചിരുന്നത് കാണാനില്ലെങ്കിൽ നമുക്ക് പ്രശ്നമായി പോയാൽ നമ്മൾ നോക്കൂല്ലേ എവിടെ പോയി. സമയം നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, ഏറ്റവും വിലപ്പെട്ട സമയം തിരിച്ചു കിട്ടില്ല. സമയത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ നാമം ചെല്ലുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം. നമ്മൾ ഇതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം. ആദ്യമൊക്കെ നമ്മള് പണ്ടൊക്കെ ഞാനൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ നാമം ചൊല്ലുന്നത് വഴക്ക് പേടിച്ചിട്ടാ, അച്ഛൻ വഴക്ക് പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷെ അതൊക്കെ ആദ്യമൊക്കെ അങ്ങനെയാണ്, എന്നാലേ നമുക്ക് ഇരുന്ന് തുടങ്ങുള്ളൂ. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഉജ്ജമ വാസന കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രഭാഷണമോ ഗീതമോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്കൊരു എന്തോന്ന് നമ്മളെ ആകർഷിക്കും. ആക്ച്വലി ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, കാന്തത്തിന്റെ അടുത്തേക്ക് ഇരുമ്പ് പോവുമല്ലോ, പ്രഹ്ലാദൻ പറഞ്ഞ പോലെ. കാന്തത്തിന്റെ അടുത്തേക്ക് ഇരുമ്പ് പോകുന്നത് ഇരുമ്പിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല, കാന്തത്തിന്റെ കൂടെ ഭയങ്കരമായ ശക്തിയാണ്. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടാനും ഒക്കെ നമുക്ക് ശരിക്കും ആ ഒരു ഗുരുത്വവും ആ ഈശ്വര കാരുണ്യം വേണം. ശരിക്കും നമുക്ക് അതിനോടൊരു ഇഷ്ടം, ഒരു നാമം ചൊല്ലാനോ എന്തെങ്കിലും കാര്യങ്ങൾ ആ സാധന ചെയ്യാൻ ഒരു ഇഷ്ടം നമുക്ക് വരണതും ഉജ്ജമ ഒരു ഭാഗ്യം കൊണ്ടാണ്. എപ്പോഴും സാധിക്കില്ല അത്, അങ്ങനത്തെ കാര്യങ്ങളെ. പിന്നെ സത്സംഗങ്ങളും, നമ്മളിപ്പോ ഭാഗവതം നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും, മോക്ഷം തരണേ, മുക്തി തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം തരണേ എന്ന് പ്രാർത്ഥനകൾ ഉണ്ടാവും. അതിനേക്കാൾ ഉപരിയായിട്ട് സത്സംഗ ഭാഗ്യം നൽകണേ എന്നാണ് പലരും പറയുന്നത്. നിൻ മായ എന്നെ ബാധിക്കരുത്, അങ്ങയുടെ സജ്ജനങ്ങളുമായി ചേർന്നിരിക്കാൻ പറ്റണം, അങ്ങനെയാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. പല 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 കാര്യങ്ങളിലും അങ്ങനെയാണ്. പ്രഹ്ലാദനൊക്കെ അതാ പറയണം, നല്ല ആൾക്കാരുമായി ചേർന്നിരിക്കാൻ പറ്റുന്നതാണ് മഹാഭാഗ്യം. അപ്പൊ നമ്മളിൽ തനിയെ ആ രസം വരും. അപ്പൊ ഇന്നത്തെ കാലത്ത് തോന്നണോ എനിക്ക് ആ ഒരു ഇത് കുറവല്ലേ. നല്ല ഇങ്ങനത്തെ സത്സംഗങ്ങള്, പല തരം സത്സംഗങ്ങൾ ഉണ്ടെങ്കിലും ചിലത് ഈ പറഞ്ഞ പോലുള്ള കറക്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള, അത് അധികമൊന്നും വേണ്ട, 10-15 മിനിറ്റ് ആണെങ്കിലും ഒരു ക്ഷണം മതി. ചിലപ്പോ ഒരു സാധകൻ അല്ലെങ്കിൽ മഹാസാധുവിന്റെ അടുത്തുള്ള ഒരു ക്ഷണം കൊണ്ട് ചിലപ്പോ നമ്മളിൽ മാറ്റം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അപ്രകാരം നമുക്ക് അങ്ങനെയുള്ള നല്ല ആൾക്കാരായിട്ട് ചേർന്നിരിക്കുമ്പോഴേ നമ്മളോട് രസം വരുള്ളൂ. പിന്നെ നമ്മളുള്ളൊരു ആർജവം വേണം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണാലും നമ്മൾ നിർത്തരുത്, കുഴപ്പമില്ല, ഇനി ആദ്യമേ ഒന്നിന്ന് തുടങ്ങി നമ്മൾ ചൊല്ലും എന്ന് നമ്മൾ ഇതില്ലാതെ ഞാനില്ല എന്ന് ഉറപ്പിക്കണം, എന്നിട്ട് പോണം. അപ്പൊ അതിനോട് നമുക്കൊരു ഇഷ്ടവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ അറിയുമ്പോൾ നമ്മൾ പോലും അറിയാത്തൊരു അത്ഭുതം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ അവിടെ തീർത്തും ഒരു യുക്തിസഹമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് പലരും ഇപ്പം അതെന്റെ സംശയമല്ല, എനിക്കതിൽ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ
നമ്മുടെ പ്രേക്ഷകർക്ക് ക്ലാരിറ്റി പല ആൾക്കാരും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും. അതായത് ഇപ്പൊ പല യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ യുക്തിവാദികളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, നാമം ജപിച്ചിട്ട് ഇത് കിട്ടുവാണെങ്കിൽ എന്നാ പിന്നെ നാമം കുത്തിയിരുന്ന ജപിച്ചാൽ പോലെ നമ്മൾ ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ അതാക്കണല്ലോ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്.